ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തണുപ്പിലൊരു മോർണിംഗ് ആണ് കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. തണുപ്പ് പോയിട്ട് ഇതുവരെ ചൂടൊക്കെ വന്നു, പക്ഷേ എങ്കിലും മഴ ഇതുവരെ പെയ്തിട്ടില്ലായിരുന്നു. കുറേ ദിവസമായി മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നു. അപ്പോൾ രാത്രി ഒരു 8-9 മണി വരെ 9 മണി വരെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ തുറന്ന് പുറത്ത് തണുപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മളെ സ്ഥിരം പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ചോറും കറിയല്ല, ചോറ് വെക്കണം. കറി ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി നെയ്ച്ചോറ് പോലെ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്നുള്ള പരിപാടിയാണ്. പിന്നെ ചായൻ്റെ കടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപ്പുമാവാണ്. ഉപ്പുമാവും നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാജിക്കറിയാണ്. അപ്പോൾ ഒരു ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ക്യാരറ്റും 2 ചെറിയ ഉരുളക്കിഴങ്ങും തക്കാളി, പച്ചമുളക്, പിന്നെ പച്ചമുളക്, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അടുപ്പത്ത് വെക്കുവാണ് കേട്ടോ കറിക്ക്. ആ ഒരു ഗ്യാപ്പിൽ ഞാനിതാ റവ വറക്കുവാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ സൂചി, രാജധാനിയുടെ ഈ സൂചിയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ കടയിൽ കിട്ടും, പക്ഷേ അത് അത്ര പെർഫെക്റ്റ് അല്ല. ചെറിയ റവയാണ് കേട്ടോ കിട്ടും. അത് അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ ഇത് നല്ല റവയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിക്കാറ്, നാട്ടിലെ ഈ ഒരു റവ. അപ്പോൾ ഇതാ ഞാൻ റവ വറക്കുവാണ്. റവ വറുത്ത് അടുപ്പിൽ സ്റ്റവ് ഓഫ് ചെയ്ത് ദൈവമേനെ കൂട്ടാൻ പോയിട്ടോ. അപ്പോൾ രാവിലെ ഈ ഒരു പതിവുണ്ട്, എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടാക്കണം. അപ്പോൾ എടുത്തിട്ട് ഞാൻ കൊണ്ടാക്കി അവിടെ ഇരുത്തി. പിന്നെ അപ്പോഴേക്കും റവയൊക്കെ വറുത്ത് മാറ്റി കേട്ടോ. റവയൊക്കെ വറുത്ത് മാറ്റി ഞാൻ ഇതാ കടുക് പൊട്ടിക്കുവാണ്. കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ എപ്പോഴും ക്യാരറ്റ് ഇടാറുണ്ട് കേട്ടോ. ക്യാരറ്റും പച്ചമുളക് ഇടൽ കുറവാണ്. പച്ചമുളക് ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഇടുള്ളൂ, കാരണം ആദ്യമേ ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ നല്ല എരിവല്ലേ. അപ്പോൾ എരിവ് കുറക്കാൻ വേണ്ടി ഞാൻ ലാസ്റ്റോട്ടേ പച്ചമുളക് ഇടാറുള്ളൂ. അപ്പോൾ 2 വറ്റൽമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമ്മളെ റവ അതിലേക്ക് ചേർക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റേ സ്റ്റൗവിൽ ഞാനിത് ചോറിന് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇത് നല്ലപോലെ വഴറ്റിയെടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു എന്താ പറയണ്ടേ, വെന്ത് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കെറ്റിൽ ചൂടാക്കിയിട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കാറ്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ചു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഉപ്പുമാവ് നല്ല ചൂടോടെ കഴിക്കാനാണല്ലോ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തണുപ്പ് ആയതുകൊണ്ട് തീരെ തണുത്ത സാധനങ്ങൾ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തണുപ്പ്. ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ അത്യാവശ്യം വെയിൽ വന്നായിരുന്നു. 2-3 ദിവസമായി മഴ കളിക്കുന്ന ആ മഴയാണ് കേട്ടോ ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ അതതിൻ്റെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവ് റെഡിയായി. ഞാനത് നല്ലപോലെ ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഉപ്പുമാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറായിട്ട് എണീറ്റ സമയത്ത് ഞാൻ കുതിർത്ത് വെച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കറുവപ്പട്ട, പെരിഞ്ജീരകം മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഗ്രാമ്പുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരും. എനിക്ക് ചെറിയൊരു ഫ്ലേവർ മതി, അധികം ഫ്ലേവർ വേണ്ട കേട്ടോ. അപ്പോൾ അതും പിന്നെ നമ്മളെ ഇതുണ്ടായിരുന്നു ഫ്രീസറിൻ്റെ അകത്ത്, നമ്മുടെ ബീൻസ്, ഫ്രോസൺ ബീൻസ് ഉണ്ടായിരുന്നു, ഗ്രീൻ പീസ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ എണ്ണയൊന്ന് ചൂടാക്കിയിട്ട് അതിൽ അരി ഇട്ടിട്ട് അരിയൊന്ന് ആ ഒരു വെള്ളപ്പറ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലാണ് ചോറ് നല്ല വിട്ട് നിൽക്കുക. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഗ്രീൻ പീസ് ഇടുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചോറാവും. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് തന്നെ അരി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. പക്ഷെ നല്ല വേവില്ല അരിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ മറ്റേ സ്റ്റൗവിൽ ഞാൻ മക്കൾസിന് ചപ്പാത്തി കൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചപ്പാത്തി നെയ്യൊക്കെ ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നെയ്യ് ഉണ്ടാക്കിയത് വീഡിയോ. അപ്പോൾ അതിൽ നെയ്യുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് നെയ്യ് ആയതുകൊണ്ട് ഞാൻ ചപ്പാത്തിയിൽ പരക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്തിരി ജാമ് പേരിന് മാത്രം ജാം ഇട്ടിട്ടുണ്ട്. ജാം ചോക്ലേറ്റ് നല്ലതല്ല എന്നറിയാം, എന്നാലും ഒരു ടേസ്റ്റിന് മാത്രം ഇട്ടിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാക്കും ഇതേപോലെ ചപ്പാത്തിയിൽ അതും ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റും ജാമൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് രണ്ടാൾക്കും. കറി ഇല്ലെങ്കിലല്ല, കറി ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ ജാം തരുമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് തരുമോ. ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ, മധുരമല്ലേ, പിന്നെ എന്താ പറയണ്ടേ, എപ്പോഴും കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഇതേപോലെ കൊടുക്കും.
ചപ്പാത്തി ഇതൊക്കെ ഇട്ടിട്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇവിടുത്തെ അവരുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും കേട്ടോ, ഒരുമിച്ചുള്ള കുട്ടികളൊക്കെ ചോദിച്ചും ഇതെന്താ സാധനം. അവർക്കൊക്കെ ഒരു അത്ഭുതമാണ് നമ്മുടെ കേരള ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ദോശയും ഇതൊക്കെ തരട്ടെ എന്ന് പറയുമ്പോൾ അവൾ പറയാമേ വേണ്ടമ്മേ, അവർ ചോദിക്കും എന്താ എന്നാലും ഞാൻ ഇഡ്ഡലിയും പിന്നെ ചപ്പാത്തിയും ഇടയ്ക്ക് പുലാവൊക്കെ കൊടുക്കും കേട്ടോ. പുലാവ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇല്ലേ ഉള്ളൊരു ഫ്രണ്ടിന്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിന് എപ്പോഴും പുലാവ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ കാര്യം പറഞ്ഞിട്ട് അവരെ ചോറ് വിളമ്പി കഴിഞ്ഞു, അവരെ ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഏട്ടൻ ഇതാ കറിയും വിളമ്പി. പിന്നെ ചോറായി കേട്ടോ. ചോറ് നല്ല ചൂടോടെ ചോറ് വിളമ്പി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവരെ ഏട്ടൻ്റെ ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് പോയി. കുരുമുളക് ഇല്ലല്ലോ ഇനി. ചൂടായിട്ട് പോലും പുളിയിലൊക്കെ അതാ. അപ്പോൾ ദേവുവിൻ്റെ ഓംലെറ്റോടുകൂടി ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ. ഉച്ചക്ക് വന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഓംലെറ്റ് കൊള്ളായിരുന്നു. ഇപ്പം 2-3 ദിവസമായിട്ടുള്ള പരിപാടിയാണ് ഓംലെറ്റും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടേക്ക് ലവ് യു ഓൾ. ടാറ്റാ ബൈ, സീ യു.